സോറിടാ ഞാനേ ഇത്തിരി വൈകി. നീ കുറെ നേരമായോ വന്നിട്ട്? കുറച്ച് നേരമായി. എന്തായി എന്നിട്ട്? വീട്ടിലിരിക്കും ഭയങ്കര വീർപ്പുമുട്ടല്. നീ ഇത് അച്ഛനോട് വല്ലതും പറഞ്ഞോ? അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അത് കണ്ടപ്പോൾ പറയാൻ തോന്നിയില്ല. പിന്നെ ഞാൻ പറഞ്ഞ എങ്ങനെ മനസ്സിലാവാനാ? നന്നായി. എൻ്റെ പേടി നീ ഇത് പോയി പറയുമെന്നായിരുന്നു. എന്താ ശരിക്കും സംഭവിച്ചത്? വിശ്വസിച്ച് കൂടെ നിർത്തി ഒരുത്തനെ. അവനാണെങ്കിൽ പ്രൊഡ്യൂസറെയും പറ്റിച്ച് കുറേ കാശുമായി മുങ്ങി. പഴി മൊത്തം എൻ്റെ തലയിൽ പോയി. പോലീസിൽ അറിയിച്ചില്ലേ? എല്ലാ പഴുതും തുടച്ചിട്ടാ അവൻ മുങ്ങി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. മുന്നോട്ട് നോക്കുമ്പോൾ മൊത്തരിട്ടാ. ഒന്ന് കണ്ണടയ്ക്കാൻ പോലും പറ്റണില്ല. ഡാ കട്ടി, നീ വിഷമിക്കണ്ട. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നിന്റെ പടം നടക്കും. നീ ടെൻഷനാവല്ലേ? ഒന്നും നടക്കില്ല. ഇനിയും നടക്കാനും പോകുന്നില്ല. ഞാൻ ആ ജോസഫേട്ടനെ കണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അയാൾ നിന്നോടൊന്ന് ചെന്ന് കാണാൻ പറഞ്ഞു. എടാ, അയാളുടെ കയ്യിൽ പൂത്ത കാശുണ്ടാ? അതൊക്കെ പോട്ടെ. അല്ല, അമർക്ക് എവിടെ? നമ്മൾ ഉണ്ടരും ചുക്കും കുളിരും. അവര് പോയിരൂടാ. പണ്ടൊക്കെ എന്തായിരുന്നല്ലേ നമ്മളെല്ലാരും കൂടി ചെറുതൊക്കെ എടുത്ത് അടിച്ചിരുന്ന കാലം. ഇവിടെ ഇപ്പം എല്ലാം മാറി. എല്ലാത്തിനും കാരണം ആ വൈറസാ. ആരുടെ വൈറസ്? അടിക്കി എന്തത് നബടി സൂക്ഷിക്കണം. ഐപാഡാണ്. വെൽക്കം മിസ്റ്റർ ഭാഷ. സോറി, ഞാൻ നിങ്ങളെ ഭാഷ എന്ന് വിളിക്കില്ല. B2 ഭാഷ 2. വാ. ഓരോ കണ്ടുമുട്ടലുകളും വിടവാങ്ങലിന്റെ തുടക്കമാണത്രേ. മരിക്കാൻ നേരത്തെ അപ്പൂപ്പ പറഞ്ഞതാണ്. എവറി എൻകൗണ്ടർ ഇസ് എ ബിഗിനിങ് ഓഫ് എ ഫെയർവെൽ. അടി. അത് മാത്രം തിന്നല്ല, എന്തെങ്കിലും അടിക്ക്. ഓരോ മഹാസൗഹൃദങ്ങളും ആരംഭിക്കുന്നത് മദ്യത്തിന്റെ മുന്നിലാണത്രേ. എവറി ഗ്രേറ്റ് ഫ്രണ്ട്ഷിപ്പ് അറൈസസ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ. മനസ്സിലായോ എന്നെ? ഇല്ല? തോറ്റ്? ഐ ആം BM ബാലു മഹേഷ്. ഒരു ഡബ്ലിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കാറിന്റെ പേര് കല്ലെടുത്തറിയും ഞാൻ. പഠിപ്പിസ്റ്റ് ബാലു നീയാണ്. എന്നെ പറ്റിയ ആളുകൾ ഇപ്പോഴും അങ്ങനെ പറയണ്ടോ? എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. ഇത് വിമലിന്റെ പരസ്യമല്ലേ? ഡിപ്പിക്കുമ്പോ മൾട്ടിക്കാൻ നിൽക്കരുത്. പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് മടി കൂടാതെ യാത്ര ചെയ്യുന്നവനാണ് യഥാർത്ഥ വിജയി. നെവർ ഗീവ് അപ്പ്. മിസ്റ്റർ B2, എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. ഇമ്മാതിരി കൂതറുകളായിട്ട് ഇനി കമ്പനിയോടാ നിൽക്കരുത്. മനസ്സിലായോ? കുറെ നേരമായി ഞാൻ ക്ഷമിക്കുന്നു. നിന്നെയാണ് കല്ലെടുത്തെറിയേണ്ടത്. നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് വിട്ട് പോകാൻ പാടില്ല. ഇവൻ വെറുതെ തറയാണ്. മനസ്സിലായ? കല്ലെടുത്തെറിയ പിശാശി. ഉണ്ടല്ലേ? ഹായ് ഗൈസ്. അവന്റെ അച്ഛൻ DYSP അല്ലേ? അയാൾക്ക് എറണാകുളത്ത് സ്ഥലം മാറ്റം കിട്ടി പോയതാ. അവരവിടെ ഒരു കോളേജിൽ ചേർത്തു. ഒരു മൊബൈലും വാങ്ങിക്കൊടുത്തു. അവിടുത്തെ ഏതോ ഒരു SIയുടെ ഭാര്യയുടെ കുളിസീനെടുത്ത് തുടങ്ങി. പിന്നെ കഞ്ചാവ്, മയക്കുമരുന്ന്, മാല പൊട്ടിക്കൽ വരെ ഉണ്ടെന്നാണ് കേട്ടത്. അവൻ ആ പരിപ്പിന്റെ കൂടെ വലിഞ്ഞേറി വന്നതാണ്. ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല. അത് ശരി. എനിക്ക് കാണുമ്പോൾ സ്നേഹം മാത്രമേ ഉള്ളൂ. സാധനം ഇവിടെ എല്ലാം ഇവിടെ ഉണ്ടാ. സെറ്റാണ്, സെറ്റ്. അല്ല, ഇതെന്താ കാക്കി? പറഞ്ഞില്ലേ? ഞാനൊന്നും പറയാൻ പോയില്ലേ. നല്ല ബെസ്റ്റ് കഥയാണല്ലോ. ഇവൻ തന്നെ പറഞ്ഞോട്ടെ എന്ന് കരുതി. വേലയും കൂലിയില്ലാതെ നടക്കുന്ന ഇവനെ നന്നാക്കാൻ ഇവന്റെ അച്ഛനൊരു ബിസിനസ് ഇട്ടു കൊടുത്തു. പന്നി ഫാം. അടിപൊളി. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്ന കണ്ടപ്പോ പുള്ളി ഇവനൊരു കാറും വാങ്ങിക്കൊടുത്തു. പക്ഷെ പുള്ളിയുടെ പ്ലാൻ വേറെ ആയിരുന്നു. ആ പ്ലാനൊക്കെ തെറ്റിച്ച് ലക്ഷംവീട് കോളനിയുടെ മല്ലിയുടെ ഒപ്പം ഇവൻ ഗുരുവായൂർക്ക് പോയി. ബാക്കി ഇവൻ തന്നെ പറയട്ടെ. എടാ, ഗുരുവായൂർ പോയിന്നുള്ള ശരിയാണ്. സംഗതിയൊക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് പിടിയുന്നത്. എന്റെ അടുത്ത് പേരെന്താന്ന് ചോദിച്ചു. ഞാൻ കിട്ടിയ വാക്കിന് വർക്കിന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, അയാളുടെ ഒട്ടുക്കത്തൊരു ചോദ്യം. വർക്കിക്ക് എന്താടാ ഗുരുവായൂർ കാര്യമൊന്നും. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല.
അവർക്ക് കൂടെ എന്നെ പിടിച്ച് മാലടിപ്പിച്ചടാ. കുളിരേ ദാ, ദാ. ഡോ, ദാ, ഏയ്, കട്ടി. ഇതോ. മാമനെ വാ. വാടാ. വാ വാ വാ. എന്താണ് കട്ടി? എന്താണ് ഒന്ന് ലുക്കായിണ്ടല്ലോ. ആരാക്ഷി? നമ്മുടെ കടയുടെ ഓണറിന്റെ മോളാ. അവന്റെ മാവും പൂത്തു. അതെ, നിന്റെ വയലിനോടാ? വയലിന് അവളുടെ ഒക്കെ കയ്യില. ഓ, അപ്പൊ അവിടം വരെയൊക്കെ എത്തിയല്ലേ? എന്നിട്ട് സുഖാണോടാ? പിന്നെ അപ്പൊ അതിലൊക്കെ എത്തി. കട്ടപ്പരടി. ചേഴ്സ്. കുഞ്ചു അല്ലേ? ആ, കറക്റ്റായിട്ടൊക്കെ എണ്ണി നോക്കണം കേട്ടോ. ആ, അടുത്തയാള് ചൊല്ലോ. സ്വാമി മാനേജറെ വിളിച്ചത്. ബാങ്ക് പൂട്ടി താക്കോല് സ്വാമിയുടെ കയ്യിൽ വെച്ചു. അതെയോ? പിന്നെ ഒരു ഗുഡ് ന്യൂസും കൂടി. അതെന്താണാവോ? നമ്മുടെ പുതിയ ATM മെഷീന്റെ ഉദ്ഘാടനം സ്വാമിയുടെ മോനെ കൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഓ, എന്റെ തേവരേ. ഓ, ഈ സാമിന്റെ ഒരു ഭാഗ്യേ. ഒക്കെ തേവരുടെ അനുഗ്രഹ. അല്ല സ്വാമി, ഈ തേവരെന്ന് പറയുന്നതേ മാസത്തിൽ 5 ദിവസം മാത്രം തുറക്കുന്ന അമ്പലത്തിലെ ദൈവമല്ലേ? ഇങ്ങക്കതാ മുഴുവൻ ദിവസവും തുറന്നൂടെ? പെരുത്ത് വരുമാനം കിട്ടും. ആയിഷ, അതൊക്കെ കാരണവന്മാര് പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഷ്ഠാനങ്ങളാ. നമ്മളായിട്ട് കൂട്ടിയാ കൊടുൂല. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ദേ, കട്ടി. ഡാ. ഞാൻ പറയണ വല്ലോ നീ കേക്കുന്നുണ്ടാക്കണാപ്പ്. വിശന്ന് മനുഷ്യന്റെ കൊടല് കരിയാണ് പിടിച്ച്. ടച്ചിങ്സും ഇല്ല, തേങ്ങയില്ല. ഇത് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും അടിക്കാന്ന് വെച്ചാ എന്തെങ്കിലും ഒന്ന് നക്കണ്ടേ? ചെന്നൈയിൽ എന്താ അവസ്ഥ എന്നൊരു പിടിയും കിട്ടുന്നില്ല. ടച്ചിങ്സ് ഒപ്പിക്കാൻ എന്താണ് ഇത് വഴി? ഞാൻ കട്ടി കൊല്ലിയമ്മല്ല വരുന്നത്. അതിന്റെ കയ്യിൽ എന്തെങ്കിലും കാണും. കൊല്ലിയമ്മേ, മടിയിലെന്താ? അതല്ല, അതിന്റെ താഴെ തെറ്റിരിച്ചു. ഞാൻ മുറുക്ക ഉദ്ദേശിച്ചത്. ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഈ ആനക്കട്ടിയാണ് അല്ലേ? അയ്യോ, പക്ഷെ മദ്യം ഒഴിക്കേണ്ട കാര്യത്തിൽ ഇത്തിരി കട്ടിയ കാറ്റേ. എന്താ ഇങ്ങനെ? എങ്ങനെ? ഒരു മാറ്റില്ലല്ലോ. അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, മാറേണ്ടത് മനുഷ്യനല്ല ചിന്താഗതിയാണ്. നീ അടിക്കണം. പ്രതിഭാ കോളേജിന്റെ വൈബോ. ബാഷേട്ടാ, നിങ്ങളുടെ വീട്ടില് ചെന്നൈന്ന് ഏതോ ഒരു തമിഴൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. ബാ. என்னடா நான் சொன்னது உனக்கு புரியல? 1 கோடி ரூபாய் என்ன சீட் பண்ணியிருக்கான். இந்த செட்டியாரை ஏமாத்திட்டு இந்த ஊரை விட்டே போகணும்னு நினைச்சா அவன் முட்டாள்டா. இந்த உலகத்துல எங்க போய் ஒளிஞ்சாலும் அங்கேயும் வருவான் அந்த செட்டியார். என்னடா நானும் சொல்லிக்கிட்டே இருக்கேன், நீயும் மர மாதிரி நிக்கிற. உனக்கு வெக்கம், சூடு, சொரணை ஒண்ணுமே இல்ல. நான் ஒரு முட்டை. கடவுளே, நான் ஒரு முட்டாளா இருப்பேன் போல இருக்க. உனக்கு தமிழ் தெரியாத? വെള്ളപ്പാണ്ടി മലയാളത്തെ ചൊല്ലിക്കൊറ. അതായത് സ്വാമി, നിങ്ങളുടെ മകൻ 1 കോടി രൂപ അടിച്ചു മാറ്റി സ്ഥലം വിട്ടെന്നാണ് ചെട്ടിയാർ സാർ പറയുന്നത്. அப்படியாடா சொன்ன? செட்டியா சொல்ற மாதிரி மாசா சொல்ற மாசா? டேய், உனக்கு நான் 10 நாள் டைம் தரேன். அதுக்கப்புறம் என் காசு கைக்கு வரணும்.
சென்னையில கால் விரல் வரைக்கும் காசு கிடைக்கும். ஓ மகனை நான் பீஸ் பீஸா வித்துருவேன். ஞாபகம் வச்சுக்கோ. 10 நாள் 10 days. வரட்டுமா பாப்பா, வரட்டுமா? 10 days. അതെ, നീ വീട്ടിൽ പോണ്ട. ചെട്ടിയാരൊന്ന് പോയി തൽക്കാലം ഒന്ന് മാറിക്കാൻ പറ്റുമോ നോക്ക് കേട്ടാ. ക്ലാസ് കപ്പലണ്ടി. എന്നാലും എൻ്റെ അച്ഛനെ, ആ ചെട്ടിയാര്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോടാ. എനിക്ക് നല്ല പേടിയുണ്ട്. ആരുമില്ലാത്ത പോലെ, ഞാൻ ഒറ്റക്കായ പോലെ. എന്റെ കട്ടി, ആരും ഇല്ലെങ്കിലും നിനക്ക് ഞാനുണ്ട്. ഈ സമയത്ത് നീ മനോധൈര്യം കൈവിടല്ലേ. ഞാൻ എങ്ങനെയാണ് അച്ഛനെ ഫേസ് ചെയ്യുക? എന്റെ കട്ടി, അത് മാത്രമല്ല പ്രശ്നം. ആ ജോസഫ് ഏട്ടനെല്ലാം അറിഞ്ഞു. അയാൾ ഇന്ന് എന്നെ വിളിച്ച് തെറിയായിരുന്നു. എല്ലാം തകർന്നല്ലേ. നീരണോ ചേച്ചി? ആ കട്ടി, ആരോ വരുന്നുണ്ട് കേട്ടാ. ഒയ്യോ, ഇത് മൊത്തം അടിച്ചു തീർക്കും. ഞാൻ കൊടുക്കില്ല. മനുഷ്യൻ അല്ലെങ്കിൽ തന്നെ ടെൻഷൻ അടിച്ച് പണ്ടാറങ്ങി നിൽക്കുമ്പോഴാണ് ഞാൻ ഒളിപ്പിക്കാൻ പോവാ. എനിക്കറിയായിരുന്നു നീ ഇവിടെയൊക്കെ തന്നെ കാണുമെന്ന്. പണ്ട് ഇതുപോലൊരവസ്ഥ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല. മോനെ, നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. നിനക്കാരും ചതിക്കാൻ കഴിയില്ല. പിന്നെ ആ തമിഴൻ പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കാൻ അച്ഛൻ അത്ര മണ്ടനൊന്നുമല്ല. വഴക്കിനും മക്കാണത്തിനും പോണ്ടാന്ന് കരുതിയിട്ട് അച്ഛൻ പറയുന്നത്. മോൻ റെഡിയായിക്കോ, കാശ് ഞാൻ തരാം. അച്ഛാ, അതിന് ചെറിയ പൈസയല്ല. അറിയാമടാ. വരുന്ന 9-ാം തീയതി ചെന്നൈയിലേക്കുള്ള ടിക്കറ്റ് നീ ബുക്ക് ചെയ്തോ. തമിഴന് കൊടുക്കാനുള്ള കാശ് അന്ന് അച്ഛൻ തരും. എങ്ങനെ? അതൊന്നും നീ അറിയണ്ട. നിന്റെ അച്ഛനല്ലേ പറയുന്നത്. ഇത്രയും കൂട്ടുകാരൊക്കെ ഉണ്ടായിട്ടും ഇപ്പൊ നീ ഒറ്റയ്ക്കായി പോയില്ലടാ. ഞാനിവിടെ ഉണ്ട്. നീയായിരുന്നോ? ഒരാളെങ്കിലും ഉണ്ടായല്ലോ, ഭാഗ്യം. എന്നാ പിന്നെ ഞാൻ പോട്ടെ. അമ്മ അവിടെ ആകെ വിഷമിച്ചിരിക്കുക. ഞാൻ പോയിന്ന് സമാധാനിപ്പിക്കട്ടെ. നിന്റെ അച്ഛൻ എവിടെ നിന്നാണ് ഇത്രയും പൈസ? അതാണ് എനിക്കും മനസ്സിലാവാത്തെ. അച്ഛൻ എന്തെങ്കിലും വഴി കണ്ടുണ്ടാവും. ആ, പറഞ്ഞത് നിന്റെ അച്ഛനല്ലേ. എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. ആ ഗ്ലാസ് എടുത്ത്. ചുക്കുമല്ലേ ഇത്? എടാ, ആരോടെ എന്റെ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയത്? എടാ, ആരെ എന്റെ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയത്? എടാ ചെറുകൻ, നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോടാ? എടാ ചുക്കു, ഞാൻ പറഞ്ഞ കേക്ക്. ചെട്ടിയാർ നിസ്സാരക്കാരനല്ല. അവൻ ആരാണെങ്കിലും എന്താടാ? എടാ, അളി വെച്ച് നമ്മൾ എന്തും ചെയ്യാൻ പറ്റും. അതിനെന്താ? ചുക്കു, നീ ഒന്ന് അടങ്ങ്. ഇവന് എത്ര രൂപ കൊടുക്കാള്? 1 കോടി ഞാൻ തരാം. എവിടെന്ന്? 50 രൂപ ചിട്ടിയും 50 രൂപ സേട്ടുവിന്റെ അടുത്തും തരാം. എടാ ചുക്കു, വേണ്ട. ഞാൻ തരുമെന്ന് പറഞ്ഞ തരും. ചുക്കിന് ഒരു വാപ്പേ ഉള്ളൂ. എടാ വേണ്ടോ? എവിടെടാ കട്ടി കട്ടിന്ന് വിളിച്ചവന്മാര്? അവനൊക്കെ വിളിപ്പേരിന് കൊള്ളാവണം. എടാ ചുക്ക്, നിക്കടാ. നാളെ ഞാൻ വരും കാശായിട്ട്. നീ ഒരു കാര്യം ശ്രദ്ധിച്ച? അവനിപ്പോ സംസാരിച്ചപ്പോ വിക്കുണ്ടായിരുന്നില്ല. ശരിയാണല്ലോ.
അച്ഛനവിടെ രാവിലെ ആരെയോ കാണണമെന്ന് പറഞ്ഞു പോയതാ. ലച്ചു അനു അവിടെ. ഏട്ടൻ ഇവിടെ ഉണ്ടല്ലോ. ആ ഹലോ. ആ എടാ ഞാനിവിടെ എത്തി. നിങ്ങൾ ഹോസ്പിറ്റലാണോ? എടാ ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. നീ വെച്ചോ. എന്താ ഇങ്ങോട്ട് വന്നേ. എന്താടാ എടാ എന്താടാ എടാ എന്തോ പറ്റിയേ? പറയണ എന്തോ പറ്റിയേ? ഷഹീറേ, എടാ എടാ പറയുക, നീ ഈ തെക്ക് വടക്ക് നടന്ന സമയം കളയാണ്ട് അവന്റെ ഉമ്മാനൊന്ന് വിളി, എന്നിട്ട് അവൻ വന്നിണ്ടെന്നൊന്ന് പറ. ഒരു സമയത്ത് അവൻ വീട്ടിലുണ്ടാവില്ല. രാത്രിയും പകലും ഓട്ടത്തോടെ ഓട്ടം. കൂട്ടുകാരെന്ന് പറഞ്ഞ അവൻ ജീവന. ഓര് കഴിഞ്ഞിട്ടേ അവൻ എന്തുള്ളു. ഓന് ചെങ്ങായിമാരിട്ടേക്കണ ഒരു പേരുണ്ടല്ലടത്. കട്ടി കട്ടി. ഓനിട്ടേക്കണ ഒരു പേര് കട്ടി കട്ടി. നിങ്ങളാണോ അനു? നമ്മള് വാപ്പാന്റെ ഒന്നാം കുടിയിലുള്ളതാണ്, കോഴിക്കോടാണ്. നിങ്ങളൊക്കെ പറ്റി ഓൻ പറഞ്ഞ് കുറെ കേട്ടിട്ടുണ്ട്. ഓന് നമ്മള് ഇക്ക മാത്രല്ല, ചെങ്ങായും കൂടിയാണ്. ഇന്നലെ പുലർച്ചെ അവൻ മാർക്കറ്റിൽ വന്ന് എന്നെയും കൂട്ടി ചിട്ടിക്കാരൻ്റെ അടുത്ത് പോയി. നമ്മൾ ചോദിച്ച് ഇപ്പം എന്തിനാണ് അത്രയും കായിന്ന്? അത് ഈ വീട് വെക്കാൻ വേണ്ടി കൂട്ടിയല്ലേ എന്ന്. അപ്പോൾ ഓൻ എന്നോട് പറഞ്ഞ് ഓനൊരു ചെങ്ങായിണ്ട്, കട്ടിന്നാണ് വിളിക്കലെന്ന്. ഓനൊരാപത്ത് വന്നിട്ടുണ്ട്, ഓനെപ്പം സഹായിച്ചില്ലെങ്കിൽ പടച്ചോൻ പോലും നമ്മളോട് പൊറുക്കൂലക്കാന്ന്. അപ്പം തന്നെ ഓൻ നമ്മളെയും കൂട്ടിയിട്ട് സേട്ടുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞ് കായ് ഒപ്പിച്ച് 50 ലക്ഷം വാങ്ങിയിട്ട് എന്ത് വന്നാലും 4ാമതൊരാൾ അറിയരുതേക്കാന്നും പറഞ്ഞ് ഓൻ ഇറങ്ങി. പോരേൻ്റെ ആധാരാണ് ഓൻ സേട്ടുവിൻ്റെ കയ്യിൽ കൊടുത്തത്. ഓൻ ഇക്കക്ക് വേണ്ടി ഈ റിസ്ക് ഒന്നും എടുക്കൂല, പക്ഷെ എൻ്റെ കട്ടിക്ക് വേണ്ടി എൻ്റെ ജീവൻ പോലും കൊടുക്കുമെന്നും പറഞ്ഞു പോയത്.